ഹായ് ഫ്രണ്ട്സ്, മാസ്ക്മാൻ ആണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് പൂപ്പലം പറഞ്ഞ സ്ഥലത്താട്ടോ. പെരിന്തൽമണ്ണ നിന്ന് നിലമ്പൂരിലോട്ട് പോകുമ്പോൾ പൂപ്പലം പറഞ്ഞ സ്ഥലത്താണ്. ഷോപ്പിന്റെ പേര് ഹൈറൈഡ് യൂസ്ഡ് കാർസ് ആട്ടോ. നല്ല ലോ ബഡ്ജറ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് നോക്കുന്ന ആൾക്കാരാണോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെഹിക്കിൾസിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ ഷോപ്പിന്റെ ഓണറായ ലിജേഷ് ചേട്ടനാണ് കേട്ടോ. ലിജേഷ് ചേട്ടാ, വെൽക്കം ടു ദ ചാനൽ. നമുക്ക് തുടങ്ങിയാലോ? ഓൺ ഓഫർ ഒക്കെ അല്ലേ? മഴക്കാല ഓഫർ ഇല്ലേ? തീർന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മളെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ, ഒരു i20 ഹുണ്ടായുടെ. ലിജേഷ് ചേട്ടാ, അപ്പൊ എങ്ങനെ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ മാഗ്ന വേരിയന്റ് നിൽക്കുന്ന i20. ഓക്കെ, 2016 മോഡലാണ് ഡീസൽ അല്ലേ? 16 മോഡലല്ല, 16 രജിസ്ട്രേഷൻ മോഡലേ ഉള്ളൂ. 16 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഓക്കെ, എങ്ങനെ കിലോമീറ്റർ വരുന്നത്? 1.25 ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, പിന്നെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? മേജർ ആയിട്ട് നമുക്ക് ഒന്നുമില്ല. ഓക്കെ, വണ്ടി കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റ് ആണ് വണ്ടി. പിന്നെ 4 ടയേഴ്സ് ആണെങ്കിൽ ആവറേജ് ടയേഴ്സ് ഒരു 80% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മാഗ്ന വേരിയന്റ് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ വരുന്നതാണോ? 4 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി, സെൻട്രൽ ലോക്ക് 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റ് ആയിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് ഫിനാൻസ് അവൈലബിൾ അല്ലേ? ഫിനാൻസ് ഏകദേശം ഒരു 4 ലക്ഷത്തോളം ഫിനാൻസ് ആണ്. ചോദിക്കുന്ന വില 4.25 ആണ്. 4.25 ആണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഇന്റീരിയർ സൈഡ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലല്ലേ ചേട്ടാ? അത്യാവശ്യം നല്ല സീറ്റ് അവർ കാര്യങ്ങളെല്ലാം ഉള്ള ഇന്റീരിയലാണ്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അല്ലേ? അത്യാവശ്യം തട്ടോ മുട്ടോ പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മെയിൻ ആയിട്ട് റീപെയിന്റോ കാര്യങ്ങളൊന്നും തന്നെ കയറാത്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ, നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്ര? 4.25. ഏകദേശം 4 ലക്ഷത്തോളം നമുക്ക് ലോണും അവൈലബിൾ ആണ് അല്ലേ? സോ നല്ല ട്രാക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ മറക്കാണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പൊ അടുത്ത വണ്ടി മാരുതി സുസുക്കിന്റെ ബലേനോ ആണ് കേട്ടോ. ഡിഷർട്ട് എങ്ങനെ മോഡൽ വരുന്നത്? 2018 മോഡൽ സീറ്റ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം 1 ലക്ഷത്തോളം ഓടിയിട്ടുണ്ട്. 1 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. മേജർ ആയിട്ട് ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും കയറാത്ത വണ്ടിയല്ല, നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഡോക്ടറിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജെനുവിൻ ഓണർ ഡോക്ടർ ആണല്ലേ? ഈ സീറ്റ വേരിയന്റ് വരുമ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണല്ലേ? AC, പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം നീറ്റ് ആണ് കേട്ടോ വണ്ടി. നമ്മൾ ടയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആവറേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. സിംഗിൾ ഓണർ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്റീരിയർ സൈഡിലോട്ട് നോക്കാം കേട്ടോ. നമ്മൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റാണ് കേട്ടോ. സീറ്റ് കവേഴ്സ് ഇന്റീരിയലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നല്ല ട്രാക്കുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം നമുക്കൊരു 90% ഫിനാൻസും അവൈലബിൾ ആയി കിടക്കുന്ന വണ്ടിയാണ്. ഈ ഷർട്ടത്ത് എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമ്മൾ 6.25 ആണ് ആസ്കിങ്. ഓക്കെ, 6,25,000 രൂപയാണ് ആസ്കിങ്. നമുക്ക് എത്ര ഫിനാൻസ് കയറും ഇതിൽ? ഏകദേശം 6 ലക്ഷത്തോളം ഫിനാൻസ്. 6 ലക്ഷത്തോളം ഫിനാൻസും കയറും അല്ലേ? സോ നല്ല ട്രാക്കുള്ള ആളാണെങ്കിൽ ഏകദേശം 6 ലക്ഷത്തോളം ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ കേട്ടോ, നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ കിടക്കുന്ന ഒരു ബലേനോ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷോറൂമിൽ അടുത്ത വണ്ടിയാണ് കേട്ടോ. നമ്മളെ ടൊയോട്ടയുടെ എറ്റിയോസ് ലീവയാണ് കേട്ടോ. ഇത് റീ രജിസ്ട്രേഷൻ നടക്കുന്ന വണ്ടിയാണ്. ലിഷേട്ടോ, എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. മലപ്പുറം ആർടിഒയിലേക്ക് നമ്പറായ വണ്ടിയാണ്. 2016 VD ആണിത്. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം സീറ്റ് അഡ്ജസ്റ്റ്, മറ്റേ എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 2016 മോഡൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ആയിട്ടുണ്ട്. ഡുവൽ ടോൺ കളറാണ്. അതെ, ഇത് ഡുവൽ ടോൺ ആണ്. പിന്നെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഏകദേശം 1.30 അതിൽ കാണിക്കണം. 1.30 ആണല്ലേ? അതിൽ നമുക്ക് ജെനുവിൻ കിലോമീറ്റർ പറയാൻ കഴിയില്ല. റീ വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം മേജർ ആയിട്ട് ആക്സിഡന്റും റീപ്ലേസും ഒന്നും കയറിയിട്ടില്ലല്ലേ വണ്ടിയിൽ? അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ റീപെയിന്റോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇന്ത്യയിലോട് സൈഡിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ലെതർ ഫിനിഷ്ഡ് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വണ്ടിയിൽ നമുക്ക് ഡുവൽ എയർ ബാഗ് വരുന്നതാണ് കേട്ടോ. പിന്നെ AC, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,10,000 രൂപയാണ്. 5,10,000 രൂപയാണ് അല്ലേ? ഓക്കെ, അതിൽ നമുക്ക് എത്ര ഫിനാൻസ് കയറും?
ഫിനാൻസ് ഏകദേശം 5 ലക്ഷത്തോളം കയറും. 5 ലക്ഷത്തോളം കയറില്ലേ? നല്ല ട്രാക്കുകളാണെങ്കിൽ ഏകദേശം 5 ലക്ഷം 5 ലക്ഷത്തോളം ഫിനാൻസ് എന്തായാലും കയറുണ്ടാവും. ഓക്കെ. സോ ആരെങ്കിലും ഒക്കെ ഒരു പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓക്കെ, നല്ല നീറ്റ് ആയിട്ട് തന്നെ വണ്ടി കിടക്കുന്നുണ്ട്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോട്ടോ. പിന്നെ ചേട്ടാ നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ മെയിൻ ഡൗട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇത്ര വില കുറച്ച് നല്ല ക്വാളിറ്റിയിൽ വണ്ടികൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ലൊക്കേഷൻ ആൾക്കാർ വിട്ടുപോവാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എത്ര കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു? ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോട്ടിൽ പൂപ്പലം മാധ്യമം 10 രൂപീസ് ഉണ്ട്, അതിന്റെ അടുത്തായിട്ടാണ് നമ്മളെ ഷോറൂം വരുന്നത്. ലൊക്കേഷൻ കറക്റ്റ് പൂപ്പലം എന്നാണല്ലേ പറയാ? പെരിന്തൽമണ്ണ പൂപ്പലം, മാധ്യമം 10 രൂപീസിന്റെ അടുത്തായിട്ടായിരുന്നു. അതെ, ഓക്കെ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ലിജി ചേട്ടനാണ് ഈ ഷോപ്പിന്റെ ഓണർ. മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വണ്ടികൾ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വണ്ടി നമ്മളെ ഓട്ടോമാറ്റിക്കലി കിടക്കുന്ന ഒരു ഹുണ്ടായുടെ ഐട്ടൺ ആണ് കേട്ടോ. ലിജി ചേട്ടൻ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഐട്ടൺ 1.2 ഓട്ടോമാറ്റിക് 2013 മോഡൽ. ഓക്കെ, കാപ്പ എഞ്ചിൻ അത്യാവശ്യം നല്ല പവറുള്ള 80 ഗിയർ ബോക്സ് ആണ് റിവേഴ്സ് ഇറങ്ങാത്ത ഗിയർ ബോക്സ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ. 2013 ആണല്ലേ? ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം 1 ലക്ഷത്തോളം ഓടിയിട്ടുണ്ട്. 1 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആയിട്ട് ഇതിന് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നും കയറാത്ത വണ്ടിയാണല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് അതുകൊണ്ട് ലേഡീസിനൊക്കെ ഒന്നുകൂടി പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പറ്റിയ വണ്ടിയാണ്. ഓക്കെ, നല്ല അടിപൊളി കാപ്പ 2 വരുന്ന സീരീസ് ആട്ടോ വണ്ടി കിടക്കുന്നത്. നല്ല പെർഫോമൻസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മൈലേജും കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? ഇതെങ്ങനെ മൈലേജ് നമുക്ക് കിട്ടും? എത്ര മൈലേജ്? ഏകദേശം ഒരു 15 to 17 ആ റേഞ്ചിൽ മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, പെട്രോൾ വേരിയന്റ് കിടക്കുന്ന കാപ്പ എഞ്ചിനാണ് കേട്ടോ. പിന്നെ ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇന്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. അതായത് 80 ഗിയർ ബോക്സ് അല്ലേ പറഞ്ഞത്? ഓക്കെ, പിന്നാക്കം ഇറങ്ങാത്ത കയറ്റത്തിൽ പിന്നാക്കം ഇറങ്ങാത്ത ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിയിൽ. സോ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നമ്മളെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 2,60,000 രൂപയാണ് നമ്മൾ 260. ഓക്കെ, പിന്നെ നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ എത്ര? ഫിനാൻസ് അത്യാവശ്യം സിവിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2-2.5 വരെയൊക്കെ ലോൺ കിട്ടേണ്ടതാണ്. ഓക്കെ, 2.5 വരെയൊക്കെ നമുക്ക് ലോൺ മാക്സിമം കിട്ടേണ്ടതാണല്ലേ? എന്തായാലും മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആയിക്കോട്ടെ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും കയറാത്ത ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ കിടക്കുന്ന കാപ്പ 2 സീരീസ് ആയിട്ടുള്ള ഹുണ്ടായുടെ ഐട്ടൺ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഓണായിട്ട് നിങ്ങൾക്ക് ഓൺ ഓഫറിൽ നല്ലൊരു അടിപൊളി വണ്ടി തരാനാട്ടോ പോണത്. ലിജി ചേട്ടാ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2012-13 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, വണ്ടി ഹുണ്ടായുടെ ഐട്ടൺ ആണ്. ഓക്കെ, പിന്നെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം 78,000 കിലോമീറ്റർ ഓടി. 78,000 കിലോമീറ്റർ ഉണ്ട്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒന്നും കയറാത്ത വണ്ടിയാണ് കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം അടിപൊളി ആവറേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേജറായിട്ട് റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല, റീപ്ലേസ് കയറിയിട്ടില്ല. നല്ല ഒരു അടിപൊളി കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇന്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? ഇത് 1.65 റേറ്റ് ചോദിക്കുന്നത്. 1.65. ചെറിയ രീതിയിലൊക്കെ ലോൺ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ ലോൺ പറഞ്ഞാൽ ഏകദേശം 1 രൂപയൊക്കെ ലോൺ 1.25 വരെയൊക്കെ കിട്ടും. 1.25 വരെ ലോണും കിട്ടില്ല. അപ്പോൾ ഈ ഓൺ ഓഫറായിട്ട് നല്ലൊരു അടിപൊളി ഒരു ചെറിയ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഹുണ്ടായുടെ ഐട്ടൺ ആണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, വണ്ടി നമ്മുടെ യാർഡിൽ അവൈലബിൾ ആണ്.